ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 10 വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ. 257 സിസ്റ്റസ് ദിദിയൻ മാർപ്പാപ്പ ആയ ശേഷം തനിക്ക് നല്ല പരിചയമുണ്ടായിരുന്ന ലോറൻസിന് ഡീക്കൻ പട്ടം നൽകി. അദ്ദേഹം മാർപ്പാപ്പയുടെ ദിവ്യബലി കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നതുകൊണ്ട് മാർപ്പാപ്പയുടെ ആർച്ചു ഡീക്കൻ എന്നാണ് ലോറൻസ് അറിയപ്പെട്ടിരുന്നത്. വലേരിയൻ ചക്രവർത്തി 257 പ്രസിദ്ധം ചെയ്ത വിളംബരമനുസരിച്ച് 258 മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം കൊലക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ലോറൻസ് കരഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്ന് അഭിവാദ്യം ചെയ്തു. പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധനായ പുരോഹിത, അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലിയർപ്പിച്ചിട്ടില്ല. എന്തിലാണ് അങ്ങയെ ഞാൻ അതൃപ്തിപ്പെടുത്തിയത്? ഞാൻ കൃത്യവിലോപകനായിരുന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ രക്തം കൈകാര്യം ചെയ്യുവാൻ അങ്ങ് തിരഞ്ഞെടുത്തവൻ അയോഗ്യനായിപ്പോയോ എന്ന് കാണുക. മകനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. 3 ദിവസത്തിനകം നീ എന്നെ അനുധാവനം ചെയ്യും. നിന്റെ കൈവശമുള്ള തിരുസഭയുടെ നിധിയെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക എന്ന് മാർപ്പാപ്പ പ്രതിവചിച്ചു. ഇത് കേട്ട് സന്തുഷ്ടനായ ലോറൻസ് തൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കും ഭാഗിച്ചു കൊടുത്തു. റോമൻ പ്രീഫെക്റ്റ് സഭയുടെ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ തിരികാലികളും മുതൽ കൂട്ടുകളും കാണിച്ചു കൊടുക്കാൻ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തിയ ശേഷം ഇവരാണ് സഭയുടെ സ്വത്തെന്ന് പറഞ്ഞതും നീ എന്നെ പരിഹസിക്കുകയാണല്ലേ? പ്രീഫെക്റ്റ് പ്രതിവചിച്ചു. ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. അനന്തരം ലോറൻസിന്റെ വസ്ത്രം അഴിച്ച് അദ്ദേഹത്തെ ഒരു ഇരുമ്പ് പലകയിൽ കിടത്തി. കീഴിൽ തീയിട്ടു. അഗ്നി ശരീരത്തെ എരിയിച്ചു. ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ട് ലോറൻസ് മരിച്ചു. റോമ മുഴുവന്റെയും മാനസാന്തരത്തിന് ലോറൻസിന്റെ മരണം കാരണമായി. വിശുദ്ധ ലോറൻസെ, ഞങ്ങൾക്കും പീഡിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.